വലിച്ചടിച്ചടിച്ച് ഔട്ടായിക്കൊണ്ടിരുന്നത് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കുറേ കളി വലിച്ചടിച്ച് നോക്കി. അപ്പോൾ അത് ശരിയായിട്ട് നടന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വീഴ്ചകളിൽ നിന്ന് പഠിക്കണമല്ലോ. അപ്പോൾ ഒരു 5 മാച്ച് ഇവിടെ സീരീസ് ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് നമ്മുടെ രീതി അതാണല്ലോ, നമ്മുടെ ശീലി അനുസരിച്ച് നമ്മൾ ഭയങ്കര സ്ട്രൈക്കറായിട്ട് കൂട്ടാൻ നോക്കി. പക്ഷെ അത് നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വേറെ ഗെയിം പ്ലാനോടെ ഈ വേൾഡ് കപ്പ് പ്രിപ്പയർ ചെയ്തായിരുന്നു. അതിൻ്റെ ഒരു ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നില്ലേ, അതൊന്നും ആലോചിക്കാനും നോക്കാനും പോയിട്ടില്ല. സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ സ്ട്രോങ് എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടും ചെയ്യാം, നെഗറ്റീവായിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ ടാക്കിൾ ചെയ്യുന്നതെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരും എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ്. എനിക്ക് ഉറപ്പായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ കാണുന്നുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് എത്രയാണ് നാട്ടുകാർ എന്നെ സ്നേഹിക്കുന്നത്. പക്ഷെ അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാകുമ്പോൾ അതൊക്കെ സഹിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയയൊക്കെ ഓപ്പണാക്കി വെക്കുക. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഉപദേശമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനത് കറക്റ്റായിട്ടൊന്ന് കഴിഞ്ഞ 1 മാസമായിട്ട് ഫോൺ ഓഫാണ്, ആർക്കും വിളിച്ച് കിട്ടുന്നില്ല, മെസ്സേജസ് ആരും ഡെലിവർ ആവുന്നില്ല. സോഷ്യൽ മീഡിയയിൽ എൻ്റെ ടീമാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്തപ്പോൾ ഔട്ട്സൈഡ് നോയ്സൊക്കെ കുറച്ച് കട്ട് ചെയ്യാൻ പറ്റി. കാരണം വേൾഡ് കപ്പ് പോലത്തെ ഇത്രയും വലിയ ഒരു സംഭവം നാട്ടിൽ നടക്കുമ്പോൾ ഭയങ്കര ഒരു ഔട്ട്സൈഡ് നോയ്സ് ഉണ്ടാവേണ്ട സമയമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്രിക്കറ്റിൽ ഫോക്കസ് ചെയ്തു. നാട്ടിലൊന്നുമില്ല, ഒന്ന് സമാധാനമായിട്ട് വീട്ടിൽ അച്ഛനമ്മയായിട്ടൊന്ന് 2 ദിവസം ഇരിക്കണം എന്നാണ് ആഗ്രഹം. ഇൻ്റർവ്യൂ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിരുന്നെങ്കിൽ ഒന്ന് വീട്ടിൽ 2 ദിവസം സമയം കുറച്ച് മിണ്ടാതിരിക്കുകയായിരുന്നു. നാളെ എന്തോ ടീമിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ടെന്ന് പറയണ കേട്ടോ. നാളെ ഡൽഹിയിലൊരു നമ്മൾ വേൾഡ് കപ്പ് ജയിച്ചതിൻ്റെ എന്തോ ഒരു ഇവൻ്റ് ഇന്ന് രാത്രി ഒന്ന് കൺഫേം ആകും. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരും. വലിയ സന്തോഷം, താങ്ക് യു സോ മച്ച് ഇത്രയും വലിയ സപ്പോർട്ടിന്. ഇതിനെയും കാട്ടിയും എന്ത് ആവശ്യപ്പെടാനും വലിയ സന്തോഷം. താങ്ക് യു എല്ലാവർക്കും. വലിയ